FOB എടുത്തേക്കുന്നത് റിസ്ക് പരിപാടി തന്നെ കേട്ടോ. എന്താ വെച്ചാൽ രണ്ട് ഭാഗത്തു കൂടി ലൈനൊക്കെ പോകുമ്പോൾ വലിയ റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. അതാണ് അവർക്ക് ഇത്ര ടെൻഷൻ. ഞങ്ങൾക്ക് ഇത് കുറേ കഷ്ടപ്പെട്ടതോ പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ അതിൻ്റെ പാസ്സാക്കി എടുക്കാൻ വേണ്ടി പോയ വഴികൾ എന്തൊക്കെയാണ്? ഞങ്ങളിവിടെ റോഡ് വീതി കൂട്ടണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടികൾ ഞങ്ങളുടെ 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ലെറ്റർ അയച്ചതായിരുന്നു, മെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു വീതിൻ്റെ കുറിച്ച്. അതിനോടനുബന്ധിച്ച് പിന്നെ ഞങ്ങളെ മാനേജ്മെന്റും ഒക്കെ സമ്മർദ്ദം ചെലുത്തി. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ ബോർഡിന്റെ തൊട്ടപ്പുറത്ത് എത്തിട്ടോ. മൈ ഗോഡ്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ NH-66 മുകളിൽ ഇന്നൊരു അടിപൊളി കാഴ്ച കേട്ടോ. നമ്മളെ ക്യാമറയിൽ ഇതുവരെ ഫുള്ളായിട്ട് പതിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ബാക്കിൽ കാണില്ലേ FOB ഫുട് ഓവർ ബ്രിഡ്ജ്, നമ്മുടെ NH-66 കുറുകെ എടുത്തു വെക്കുന്ന FOB എടുത്തു വെക്കുന്ന കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ എടുത്തു വെക്കുന്ന കാഴ്ചകൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇത് NH-66 കോഴിക്കോട് ബൈപ്പാസിൽ 3ാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് ആട്ടോ ഇത് FOB. ഇത് നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവർ, അതാ കാണുന്ന രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ തൊട്ട ഇപ്പുറത്തുള്ള സേവാ മന്ദിർ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാട്ടോ. കുറച്ച് ദൂരമായിട്ട് തൊട്ടടുത്ത ദിവസം ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഏതായാലും FOB വേണ്ട സ്ഥലത്ത് ഇത് നിർബന്ധമായിട്ടും ആവശ്യമാണ്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒന്ന് മുറിച്ച് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ NH-66 കേരളത്തെ കീറി മുറിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള FOBകൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇനിയും വേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൊടുക്കണം. അതുപോലെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ലിഫ്റ്റുകളും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ആളുകൾ, പ്രായമായ ആളുകളൊക്കെ ഇത് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ക്രെയിനൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ട ഈ ബെൽറ്റ്, ഈ നൈലോണിൻ്റെ നൂലുകളുടെ, നൈലോൺ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള ഒരുപാട് നൂലുകൾ ഉണ്ടാ അതിൻ്റെ ഉള്ളിൽ, അതാട്ടോ. ഇത് 100 ടൺ വരെ പൊക്കാൻ കപ്പാസിറ്റി ഉള്ള ഈ ബെൽറ്റുകളാണ്. അങ്ങനത്തെ 2 എണ്ണത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ബാലൻസ് പിടിച്ചിട്ടാണ് ഇത് എടുത്തു വെക്കുന്നത്. ക്രെയിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം എന്താ നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ 44 മീറ്റർ. ഞാൻ മീറ്റർ അവരെ ചോദിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ ആറുവരിപ്പാത സർവീസ് റോഡ് അടക്കം 44 മീറ്റർ ആളാവും. അപ്പോൾ അതിൽ നിന്നും 1-2 മീറ്റർ 46 മീറ്റർ വരെ ചിലപ്പോൾ നീളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ അവർ സപ്പോർട്ടിൻ്റെ കാലിലായി കൊടുത്ത ആ സ്റ്റീലിൻ്റെ കാല് ഡ്രെയിനേജിൻ്റെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് കാണുന്നുണ്ട്. ആ ബെൽറ്റും ഈ ബെൽറ്റും തമ്മിൽ 4 മീറ്റർ വ്യത്യാസമുള്ളൂ കേട്ടോ. അത് ആ ബാലൻസിലെടുത്ത് പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ തിരിച്ചിട്ട് എടുത്ത് വെക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ NH-66 ഫുള്ള് ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ എവിടെ വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്തറിയോ? അറപ്പുഴ ബ്രിഡ്ജ് കഴിഞ്ഞ പാടത്തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 കിലോമീറ്റർ ദൂരം മുമ്പേ അവിടെയാണ് സർവീസ് റോഡിൽ നിന്ന് എക്സിറ്റ് ഉള്ളത്. ആ എക്സിറ്റിൻ്റെ അവിടെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. ടോള് കൊടുത്ത് പോകുന്ന ആളുകളൊക്കെ കുറച്ച് പ്രാഗുണ്ടാവും കേട്ടോ. ഇവരുടെ KMCൻ്റെ വർക്കിൽ ഇവർക്ക് വർക്ക് ചെയ്ത ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഇവർക്ക് FOBൻ്റെ വർക്കുകൾ ഇനിയും വരാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പം 3 എണ്ണമായി. തൊണ്ടയാടിനപ്പുറത്തേക്ക് ചിലപ്പം അവിടെയും ഇനി 1-2 എണ്ണം വരാൻ സാധ്യത ഉണ്ട്. കോഴിക്കോട് ഭാഗത്ത് ഇനി വേറെ ഇവിടെ വരാൻ സാധ്യത ഉള്ളത് നമ്മുടെ സിറ്റി ഏരിയയിൽ ഞാൻ നോക്കണേ, സാധ്യത ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് NHAI പറയാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പം പറയുന്നതിനനുസരിച്ച് ഫുട് ഓവർ ബ്രിഡ്ജ് അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെപ്പാണ് അത്. നമ്മുടെ ലിഫ്റ്റും കൂടി, അതൊക്കെ ഇപ്പോൾ സ്റ്റെപ്പിലേക്ക് തന്നെയാണ്. ഭാവിയിലൊക്കെ ലിഫ്റ്റ് ഒക്കെ ആവാൻ സാധ്യത ഉണ്ടാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ മാറ്റങ്ങൾ, പ്രഷർ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചോളൂ അല്ലേ. യെസ്. ആദ്യം അതിൻ്റെ കൗണ്ടർ വെയിറ്റ് കൊണ്ടുവെക്കാം കേട്ടോ. നമ്മുടെ മെഷീൻ്റെ ബാക്ക് സൈഡിലേക്ക് അതിൻ്റെ കൗണ്ടർ വെയിറ്റ് എടുത്ത് മാറ്റി വെക്കുന്ന കാഴ്ച കേട്ടോ. ഇരുമ്പിൻ്റെ കട്ടാണ്, കട്ട. വജ്രം ടീമാണ് രാമനാട്ടുകര ആസ്ഥാനമായിട്ടുള്ള. അവരുടെ നമ്പറൊക്കെ അതിലുണ്ട് കേട്ടോ. നമ്പർ ഞാൻ സൂം ചെയ്ത് കാണിക്കാം.
ഹായ്, ഗുഡ് മോർണിംഗ്. വിഷ്ണു അല്ലേ? അപ്പോൾ ഇയാളിപ്പോൾ ഇത് ഈ സാധനം നമ്മുടെ FOB എടുത്ത് വെക്കാൻ പോകണം അല്ലേ? ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞോളാം. ഇത് എത്ര ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട്? 19 ടണ്ണ്. ഇത് ഏതാ നിങ്ങളെ ടീം ഏതാ? ഈ നിങ്ങൾ പ്രൈവറ്റ് സബായിട്ട് എടുത്തല്ലേ വർക്ക്? ഇതേതാ? വജ്രം ടീം രാമനാട്ടരല്ലേ? ഇത് രാമനാട്ടരാ. ഇതിപ്പോ നിങ്ങള് ഇവിടുത്തെ വർക്കല്ലാതെ പുറത്തെ വർക്കുകളൊക്കെ എടുക്കുന്നുണ്ടോ? ബോംബെയിൽ വർക്കുന്നുണ്ട്. ഇപ്പൊ നാട്ടിലെന്തെങ്കിലുമൊക്കെ പൊക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോവോ? അതിനൊക്കെ ആളുകൾ ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ. ആ, കൗണ്ടർ വെയിറ്റ് അവിടെ ആഡ് ചെയ്തു കേട്ടോ. വിഷ്ണുത അവിടെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രെയിനിൻ്റെ ആ ലോക്ക് ആ ബെൽറ്റിൻ്റെ മുകളിൽ കൊളുത്താനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ജോലിക്കാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2 ബെൽറ്റ് കൂടി ഒരുമിച്ച് കൊളുത്തുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആട്ടം കൊടുങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കയറൊക്കെ കെട്ടിയിട്ട് ബാലൻസ് ആക്കുന്ന പരിപാടികൾ, അതായത് ആട്ടം നിർത്താൻ വേണ്ടി ആ 2 ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. റോട്ടിലേക്ക് കുറച്ച് ഓവർ തിരിയില്ല, എന്നാലും കുറച്ച് തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ തിരിച്ചില് ഈ ലൈറ്റിൻ്റെ അതുപോലെ വാഹനങ്ങൾ ആ സൈഡിൽ കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തട്ടീൻ്റെ പ്രശ്നമല്ലേ? അപ്പോൾ അതിനുകൊണ്ട് അവർ ബാലൻസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും അവിടെ ഇവിടെയും സ്ഥാനം ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ എത്തുന്നവരെ എൻജിനീയർമാർക്കും സൂപ്പർവൈസർമാർക്കൊക്കെ ടെൻഷൻ തന്നെ കേട്ടോ. അത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് വർക്കല്ലേ, എന്തും സംഭവിക്കാം. യെസ്, കുറച്ച് നേരത്തേക്ക് ബ്ലോക്ക് ചെയ്യല്ലാതെ നിവർത്തില്ല. അവിടെ വാഹനങ്ങൾ മൊത്തം ബ്ലോക്കാക്കിയിരിക്കുകയാണ്. അപകടമാണ്. കുറച്ച് നേരം ആളുകൾക്ക് വെയിറ്റ് ചെയ്താലും വേണ്ടിയില്ല. ഇനി നമുക്ക് അങ്ങനെ ഇത് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബ്ലോക്കാക്കിയതിനെ കൊണ്ട് ഫുള്ള് കഴിച്ചിലായി. യെസ്, ആ, ഈ തല ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക കേട്ടോ. ആ തല അങ്ങനെ തിരിച്ചിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് പാവും. കറക്റ്റ് ബാലൻസ് ആട്ടോ. എന്നാലും ഈ ഭാഗം കുറച്ച് പൊങ്ങി കിടക്കണ്ടോ എന്ന് സംശയം. ഓ, ആ ബോർഡിൻ്റെ തൊട്ടപ്പുറത്ത് എത്തിട്ടോ. മൈ ഗോഡ്. എന്തായാലും നല്ല റിസ്ക് പരിപാടി തന്നെ കേട്ടോ. FOB എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്ററിന് ഏതൊക്കെ ഭാഗം എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാന്ന് പറയാൻ പറ്റും. ഇതിങ്ങനെ കുറച്ച് ആടും. ഇത് അവൻ പൊന്തിക്കുന്നതനുസരിച്ചല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ കുറച്ചുകൂടി പൊങ്ങാണ്ടല്ലേ അത് ആ കാലിൻ്റെ ഇതിൽ. ഇനി അതിന് തട്ടുമോ? ആ, നമ്മുടെ വജ്രത്തിൻ്റെ മുതലാളി ഉണ്ടല്ലോ അവിടെ, ആ വൈറ്റ് ഷർട്ട്. ആ ബോർഡ് കഴിച്ചിലായിട്ടോ. ഇനി മെല്ലെ അങ്ങനെ തിരിക്കുന്നു. അവിടെ കുറച്ച് പൊങ്ങാണ്ടല്ലോ, തട്ടിയോ? അവിടെ ഒരു ആ കറണ്ടിൻ്റെ കേബിളാണല്ലോ. കറണ്ടിൻ്റെ അല്ലേ? ആ, അവിടെ മറ്റേ പോസ്റ്റും ഉണ്ട് കേട്ടോ അവിടെ. അതാണ് വിഷയം. അവർക്ക് മൊത്തം പൊക്കിയാൽ മതി. പക്ഷെ അങ്ങനെ പൊക്കാനുള്ള സെറ്റപ്പ് പോലെ അതിൻ്റെ മുകളിൽ ചെയ്തിട്ടില്ല എന്നാണ്, ആ മെഷീൻ്റെ മുകളിൽ. ഇതിങ്ങനെ പൊങ്ങുന്നതനുസരിച്ച് അതിൻ്റെ വെയിറ്റ് അവിടെ പ്രശ്നം വരും. അപ്പോൾ ആ ഒരു തൂക്കത്തിന് അവർക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് താത്തി വെച്ചിട്ട് മാറ്റിയിട്ട് അവിടെ കൗണ്ടർ വെയിറ്റൊക്കെ വെക്കേണ്ടി വരും.
FOB എടുത്തേക്കുന്ന റിസ്ക് പരിപാടി തന്നെ കേട്ടോ. എന്താ വെച്ചാൽ രണ്ട് ഭാഗത്ത് കൂടി ലൈനൊക്കെ പോകുമ്പോൾ വലിയ റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. അതാണ് അവർക്ക് ഇത്ര ടെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ മുകളിൽ എത്തുക എന്ന് പറഞ്ഞതിൻ്റെ ടെൻഷനാണ്. അവിടെ വെച്ച് പണിയെടുക്കാന്ന് പറഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട പരിപാടികൾ. നല്ല ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. കറണ്ട് ലൈൻ പോകുന്നതാണ് കറക്റ്റ്. ഇവരുടെ ആ 45 മീറ്റർ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കൂടിയായിട്ടാണ് നമ്മുടെ കറണ്ട് ലൈൻ പോകുന്നത്. ഓഫാക്കിയിട്ടുണ്ടായിരിക്കും ചിലപ്പം. ഒരു വിളിച്ച് പറഞ്ഞിട്ട് ഓ യെസ്, ഇവിടെ രക്ഷപ്പെട്ട്. അതായത് കുറേ നേരമായിട്ട് വാഹനങ്ങൾ അവിടെ ബ്ലോക്കാണ്. ഏകദേശം പന്തിരങ്ക വരെ എത്തിയിട്ടുണ്ടാകും ബ്ലോക്ക്. കുഴപ്പമില്ല, അപകടങ്ങൾ നടക്കാതിരിക്കണം. ഇവരുടെ ആ റിസ്ക് ഞാൻ നോക്കി പോവാണ്. ക്യാമറ വീഡിയോ റെഡിയാണെന്നൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി അതിൻ്റെ ചോട്ടിലേക്ക് പോകാൻ വിചാരിക്കുന്നു. ഈ ഭാഗം അവർ താഴത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം പൊക്കുമ്പോൾ അവിടെയും പോകും. അതാണ് ഇതിൻ്റെ വിഷയം. ഓക്കെ യെസ്. അത് രണ്ട് ഭാഗവും അതിൻ്റെ സക്സസ്ഫുള്ളി ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതങ്ങനെ വാഹനങ്ങൾ ഇനി തുറന്നു കൊടുത്തതിന് ശേഷം ബാക്കി നോക്കാമെന്നുള്ള പരിപാടിക്കായിരിക്കും. അല്ലാതെ ഞാൻ റോഡ് മൊത്തം ബ്ലോക്കായി പോകും. അതുകൊണ്ടായിരിക്കും. എന്നാലേ ഇത്രയും ടെൻഷൻ അടിച്ച ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ടെൻഷൻ അടിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് ഇത് ഇത്രയും ലെങ്ത്തിലുള്ള സാധനം ആ ലൈനിൻ്റെ ഉള്ളിൽ അത് ഇറക്കി നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് തന്നെയാണ്. അപ്പോൾ ഞാനും വീഡിയോ എടുക്കുമ്പം കുറച്ച് നേരം അതിൻ്റെ മുകളിലേക്ക് തന്നെ ആയിപ്പോയി എങ്ങനെ നോക്കി നിന്നുമായിരുന്നു. സൂപ്പർ. എന്തായാലും സക്സസ്ഫുള്ളി ആയിട്ട് അത് അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ട ആവശ്യങ്ങളുണ്ടോ എന്നറിയില്ല. അത് ഇനി ഒരു വാഹനങ്ങളൊക്കെ ഏതായാലും തുറന്നു വിട്ടിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം പോയതിന് ശേഷമായിരിക്കും പക്ഷെ വാഹനങ്ങളൊക്കെ പോട്ടെ. എന്നിട്ട് ഇതാണ് നമ്മുടെ ഈ വജ്രം എന്ന കമ്പനിയുടെ ഓണർ ഷാഫിക്കാക്ക. അടിപൊളി. എന്തായാലും ഷാഫിക്കാക്ക ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ട് അല്ല, കുറച്ച് തൊള്ള കാറിയിട്ടുണ്ട്. ജാലികൾ കണ്ടില്ല വീഡിയോയിൽ. നല്ല ടെൻഷൻ തന്നെ അത് പൊക്കി വെക്കുമ്പോൾ. ആ കറണ്ട് ലൈൻ ഓഫ് ചെയ്തിനോ? സത്യത്തിൽ ഒന്നും കാട്ടാത്ത നിങ്ങൾ ധൈര്യപൂർവ്വം തന്നെ കൈകാര്യം അല്ലേ? അതൊക്കെ അതിന്റെ കൂടെ പൊട്ടിപ്പോയിട്ട് പത്രത്തിൽ അല്ല. ഇത് കൂടുതൽ പൊക്കാൻ പറ്റൂല അതായത് അതിനി കൂടുതൽ പൊക്കാൻ പറ്റൂല ഇനിയില്. അതായത് ഇപ്പൊ കുറച്ചുകൂടി പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങിട്ട് അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ആളുകൾക്ക് ടോള് കൊടുത്തു വരുന്ന ആളുകൾക്ക് ബ്ലോക്കിൽ ദേഷ്യം പിടിക്കിട്ടോ. ഡ്രൈവർമാർക്കൊക്കെ ദേഷ്യം പിടിക്കിട്ട് ബ്ലോക്കിൽ കുടുങ്ങിയതിന്. സമയമൊക്കെ പോയോ? സാറില്ല, റിസ്ക് അല്ലേ. ആ ക്രെയിൻ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ 6 വരിപ്പാത നമ്മുടെ 3 വരിപ്പാത ഓണാക്കാൻ കഴിയുള്ളൂ. യെസ്, അവർ കുറച്ചുകൂടി ഒന്ന് പൊക്കുന്നുണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ നിരക്കിക്കൊണ്ടാട്ടോ അത് നീക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സേവാമന്ദിർ സ്കൂളിലെ മാസ്റ്റർമാരും ടീച്ചർമാരും അല്ലേ? അപ്പോൾ നിങ്ങൾക്കിത് കുറേ കഷ്ടപ്പെട്ടോ പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ അതിൻ്റെ പാസ്സാക്കി എടുക്കാൻ വേണ്ടി പോയ വഴികൾ എന്തൊക്കെയാണ്? ഞങ്ങളിവിടെ റോഡ് വീതി കൂട്ടണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടികൾ ഞങ്ങളുടെ 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ലെറ്റർ അയച്ചതായിരുന്നു. മെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീനിധിൻ്റെ കുറിച്ച്. അതിനോടനുബന്ധിച്ച് പിന്നെ ഞങ്ങളെ മാനേജ്മെൻറ്റും ഒക്കെ സമ്മർദ്ദം ചെലുത്തി. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു ഫുട് ഓവർ ബ്രിഡ്ജ് പാസ്സായി എന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഞങ്ങൾ പാലം വയ്ക്കുന്നത് കാണാനായിട്ട് വന്നതാണ്. മക്കളെ പഠിപ്പിക്കാനൊക്കെ നിർത്തിയോ? ക്ലാസ് വിട്ടിട്ട് ക്ലാസ്സിനൊരു ഒഴിവ് കൊടുത്ത് കുട്ടികൾ ഇവിടെ വന്നത് കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല, മക്കള് പിന്നെ പിടിച്ചാൽ നിൽക്കൂല. അവിടെ ഫുള്ള് വാഹനാണല്ലോ. അതുകൊണ്ട് അത് വേണ്ടേ. അപ്പൊ ഏതായാലും എല്ലാവരും സന്തോഷത്തിലാണല്ലേ. ഇപ്പൊ ഏതായാലും ഇനിയിപ്പോ അടുത്ത നമുക്ക് ലിഫ്റ്റിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാല്ലേ? ഓക്കെ. ഏതായാലും ഇത് അതല്ല, നമ്മുടെ കേരളത്തിലെ 2ആയി കീറി മുറിക്കുന്ന ഒരു പാതയാണിത്. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും നമ്മുടെ ഈ ബൈപ്പാസിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ഇനിയും വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും സന്തോഷം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ വന്നതിലും. നിങ്ങളെ മുഖത്ത് ഞാൻ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട് ഇവിടെ FOB വന്നതിൽ. ഏതായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പം നമ്മുടെ FOB വിജയകരമായിട്ട് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അടിപൊളി, നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ.
ഞാനിത് കുറേ കാലമായി ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കണ്ടു ചെയ്തു, വീഡിയോ പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.